അപ്പോൾ ഇന്ന് ദിയക്കുട്ടിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ ചോക്ലേറ്റ് സ്മൂത്തിയാണ് ഇന്നത്തെ അവർക്ക് രണ്ടുപേരുടെയും ബ്രേക്ക്ഫാസ്റ്റ്. ആമിയുടെയും ദിയയുടെ കേട്ടോ. അത് ചോക്ലേറ്റ് സ്മൂത്തി ഉണ്ടാക്കി. രണ്ടുപേർക്കും സ്കൂളുണ്ട്. ആമിയാണ് ഫസ്റ്റ് പോവുക. ഓക്കെ. അപ്പോൾ പിറന്നാൾ കുട്ടി ഇതാ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആമി പോകാൻ സമയമായി. അപ്പം ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 7:30 ആകുമ്പോൾ ആമി പോവും. ദിയമോൾക്കൊരു 9 o'clock ആകുമ്പോഴൊക്കെ പോയാൽ മതി കേട്ടോ. പിന്നെ 9 മണിയാകുമ്പം ഏട്ടൻ കൊണ്ടുവിടുക ചെയ്യുക. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ദിയയുടെ സ്കൂള്. ദിയ ഗുരുജി വിദ്യാനികേതനിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങളൊരു ചെറിയ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. Happy birthday to you. ചിന്നുവിൻ്റെ ചക്രമണിക്ക് ഹാപ്പി ബർത്ത്ഡേ. You like it? Yes. Okay, let me see. കാണുന്നില്ലല്ലോ, ക്ലിയറില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ദിയ മോൾ ആരാന്നുള്ളത്. ദിയ എൻ്റെ അമ്മയുടെ ഇളയ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ മാമന് 2 കുട്ടികളാണ്. ഒന്ന് നന്ദ, ഇതാണ് മൂത്ത ആളാണ് നന്ദ, രണ്ടാമത്തെ ആളാണ് ദിയ. പിന്നെ മാമി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. മാമിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇല്ല മാമി. അപ്പോൾ പക്ഷേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ദിയക്കുട്ടൻ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ നന്ദ മാമൻ്റെ അമ്മമ്മയുടെയും കൂടെയാണ്. വീക്കെൻഡ്സിൽ അമ്മയുടെ അടുത്ത് പോകും. അങ്ങനെയാണ് കേട്ടോ. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അതാ മാമിയും എല്ലാവരും ഉണ്ട്. ദിയയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വന്നതാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരും എത്തിയപ്പോൾ. പിന്നെ അങ്ങനെ അതൊക്കെയാണ്. നമ്മൾ അടിച്ച് പൊളിച്ച് വന്ന്. കാരണം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എല്ലാവരും വന്നത്. നമ്മൾ ഒന്ന് പുറത്ത് പോകാം, ഹൈലൈറ്റ് മോളിൽ പോയിട്ട് കളിക്കാൻ വിടാം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഏട്ടന് ഷോപ്പിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ആക്കി. പക്ഷെ അത് നല്ല ഡിസിഷനായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പിയായി, അടിപൊളിയായിട്ട് പോയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ നന്ദു. ഇത് മൂത്ത മാമൻ്റെ വൈഫാണ്, മൂത്ത മാമി കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയായി. നല്ലൊരു മോളാട്ടോ ദിയ. നമ്മളിപ്പോൾ ഇതാണ് മാമൻ, ഇതാണ് ദിയയുടെ അച്ഛൻ. പിന്നെ ഇപ്പം നമ്മളെന്തെങ്കിലും മോളെ അത് വേണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചിന്നമ്മയ്ക്ക് ഇഷ്ടമാണോ, ചിന്നമ്മയ്ക്ക് വേണോ, അങ്ങനെ ചോദിക്കുന്ന ഒരാളാട്ടോ. നല്ല ചക്കര മോളാണ്. പിന്നെ ആമിക്കായാലും ഭയങ്കര ഇഷ്ടമാണ്, ദിയയ്ക്ക് ആമീനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ കെയർ ചെയ്യുമ്പോഴൊക്കെ എനിക്കത് കാണുമ്പോഴും ഒരു രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.